സർക്കാർ വിമർശന വാർത്തകൾ നീക്കം ചെയ്തതിൽ മെറ്റയുടെ വെളിപ്പെടുത്തൽ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടുത്ത കടന്നുകയറ്റം. കേരളത്തിലെ സർക്കാരിനെയും ഭരണ നേതൃത്വത്തെയും വിമർശിക്കുന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകളും വാർത്താ കാർഡുകളും നീക്കം ചെയ്തത് സാങ്കേതിക പിഴവ് മൂലമല്ലെന്നും ഔദ്യോഗിക നിർദ്ദേശത്തെ തുടർന്നാണെന്നുമുള്ള മെറ്റയുടെ ഇൻഫർമേഷൻ ടെക്നോളജി നിയമപ്രകാരമുള്ള വെളിപ്പെടുത്തൽ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മാധ്യമ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. റിപ്പോർട്ടർ ടിവിക്കാണ് മെറ്റ ഇത് സംബന്ധിച്ച് മറുപടി നൽകിയത്. മുൻപ് വൻതോതിൽ AI സിസ്റ്റത്തിന്റെ പിഴവ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ച പ്രചാരണങ്ങളുടെ കുന്തമുനയാണ് ഇതോടെ ഒടിഞ്ഞു വീണിരിക്കുന്നത്. ഇത് ഭരണകൂടത്തിന്റെ വിനാശകരമായ സെൻസർഷിപ്പ് രീതികളെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേലുള്ള ആസൂത്രിത കടന്നുകയറ്റത്തെയുമാണ് തുറന്നുകാട്ടുന്നത്. മാധ്യമ സ്ഥാപനങ്ങളായ റിപ്പോർട്ടർ ടിവി, ദേശാഭിമാനി, കൈരളി, ന്യൂസ് മലയാളം, T21 തുടങ്ങിയ നിരവധി പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് സർക്കാരിനെതിരായ വിമർശനങ്ങളടങ്ങിയ 65ലധികം വാർത്താ കാർഡുകളും പോസ്റ്റുകളും ഒറ്റയടിക്ക് നീക്കം ചെയ്യപ്പെട്ടത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗവും സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് സംവിധാനങ്ങളുമാണെന്ന ആരോപണം ശക്തമാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തന അന്വേഷണങ്ങൾക്കായി മെറ്റയുമായി ആശയവിനിമയം നടത്താൻ രൂപീകരിച്ചിട്ടുള്ള ഔദ്യോഗിക ഇമെയിൽ ചാനലുകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ വിമർശനങ്ങളെ സഭ്യമല്ലാത്തതോ നിയമവിരുദ്ധമോ ആയി ചിത്രീകരിച്ച് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകുകയായിരുന്നു. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭരണകൂടത്തിന്റെ വീഴ്ചകളെയും അഴിമതികളെയും ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ പോലീസിനെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും ആയുധമാക്കുന്നത് അങ്ങേയറ്റം ഭയജനകമാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അപ്രത്യക്ഷമായപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്ന പ്രതികരണങ്ങളും തുടർന്ന് പോലീസിനെ കൊണ്ട് മെറ്റയോട് വിശദീകരണം ചോദിപ്പിച്ചു എന്ന് വരുത്തി തീർത്തതും കേവലം ഒരു പബ്ലിക് റിലേഷൻസ് നാടകം മാത്രമായിരുന്നുവെന്ന് വ്യക്തമാകുന്നു. പ്ലാറ്റ്ഫോം നിർമ്മിത ബുദ്ധിയുടെ തകരാർ കാരണം സംഭവിച്ച പിഴവാണ് ഇതെന്ന രീതിയിൽ അനൌദ്യോഗിക പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാനാണ് ഭരണകേന്ദ്രങ്ങൾ ശ്രമിച്ചത്. എന്നാൽ കേന്ദ്ര IT ചട്ടങ്ങൾ പ്രകാരം ഒരു സർക്കാരോ നിയമപാലന ഏജൻസിയോ ഔദ്യോഗികമായി ആവശ്യപ്പെടാതെ തങ്ങൾ പോസ്റ്റുകൾ പ്രാദേശികമായി വിലക്കാറില്ലെന്നും അതിനാൽ ഈ വിഷയത്തിൽ നിയമപരമായ ഉത്തരവുകൾ ലഭിച്ചിരുന്നുവെന്നും മെറ്റ വ്യക്തമാക്കിയതോടെ സർക്കാരിന്റെ വാദങ്ങൾ പൂർണ്ണമായും പൊളിഞ്ഞു. ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വിവരങ്ങൾ അറിയാനുള്ള പൗരന്റെ അവകാശത്തെയും തച്ചുടയ്ക്കുന്ന നടപടിയാണിത്. പ്രതിപക്ഷ വിമർശനങ്ങളെയും മാധ്യമ വിചാരണകളെയും നേരിടാൻ ജനപ്രീതിപരമായ മാർഗങ്ങൾ തേടുന്നതിനു പകരം ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ ഒഴുക്ക് തടയാനും വാർത്തകൾ അടിച്ചമർത്താനും ശ്രമിക്കുന്നത് ഏകാധിപത്യ പ്രവണതയാണ്. സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന് സൈബർ സുരക്ഷാ സംവിധാനങ്ങളെ വഴിതിരിച്ചുവിടുന്നത് യഥാർത്ഥ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിലെ കാര്യക്ഷമതയെ കൂടി പ്രതികൂലമായി ബാധിക്കും. വിമർശനങ്ങൾ ജനാധിപത്യത്തിന്റെ ശ്വാസവായുവാണ്. അതിനെ സാങ്കേതികതയുടെയും അധികാരത്തിന്റെയും ബലത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാപരമായ മൂല്യങ്ങൾക്ക് നിരക്കാത്തതും കടുത്ത പ്രതിഷേധം അർഹിക്കുന്നതുമാണ്.